ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചിക്കൻ ഡോണറ്റ് റെസിപ്പിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10-12 പീസ് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വലിയൊരു സവാള മുറിച്ച് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം പെരുജീരകപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂണ് വിനാഗിരി, ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ആ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. പാകപ്പെടുത്തിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് കൈയോട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഒരു ഹോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോസിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ അടപ്പ് ഇതൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ആക്കി ഞാൻ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുക്കിയെടുക്കാനുള്ള റസ്ക് പൊടിയും കൂടെ വേണം. ബ്രെഡ് ക്രംസ് മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനൊരു 10 റസ്കോളം എടുത്തിട്ട് അതും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മൈദപ്പൊടിൻ്റെ മിക്സിന് പകരം മുട്ട വേണമെങ്കിൽ മുട്ടയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ മൈദപ്പൊടിൻ്റെ മിക്സ് എടുത്തതേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു ലൂസ് പരുവത്തിലാക്കിയതിന് ശേഷം അതിൽ ഓരോരോ ഡോണറ്റ് എടുത്ത് ഇതിൽ ഡിപ്പ് ചെയ്ത് പിന്നെ റസ്കിൻ്റെ പൊടിയിൽ മുക്കിയിട്ടായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടതിന് അതിലിട്ടിട്ട് ഓരോന്നും നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്ന് ചെറിയ തീയിലിട്ടതിന് ശേഷം തിരിച്ചു മറിച്ച് വിട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് അത് ഉള്ളു വെന്ത് കിട്ടുന്നത് വരെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതാകുന്നത് വരെ ചെറുതായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. നോമ്പെല്ലാം ആയില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.